Hello, welcome back to my channel and I'm your Nimsha Davis. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചു നോക്കുന്നത്? ഫ്രീ സ്പെയിന്, സ്പ്ലിറ്റ്, സൈഡ് ബൈ സൈഡ് വ്യൂ, കസ്റ്റം വ്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ നോക്കാം. ക്ലാസ്സിലോട്ട് കയറാം നേരം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിന് മുൻപ് നിങ്ങൾ പവർ ബി ഐ പഠിക്കുന്നുണ്ടായിരിക്കും ചിലർ പാരലലി. അപ്പൊ നോക്കുകയാണെങ്കിൽ പവർ ബി ഐയിൽ ഇപ്പൊ ആദ്യത്തെ 10 വീഡിയോ മാത്രമേ പബ്ലിക്കലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 36 വീഡിയോസും 36 അല്ലേ, അതെ 36 വീഡിയോസും എന്താണ്, മെമ്പേഴ്സിന് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. കാരണം ഞാൻ ലൈവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്. അപ്പൊ അതിൽ പവർ ബി ഐയും വരുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ അവർക്ക് പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ വരുന്നുണ്ടായിരിക്കും. ഞാൻ ഫ്രീലാൻസ് ആയിട്ടും ഓരോ കമ്പനീസിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പെയ്ഡ് ആക്കി വെക്കുന്നത് മെമ്പേഴ്സിന് മാത്രമായിട്ട്. അത്ര വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നില്ല. ഒരു എത്ര വരുന്നത്, 1100 സംതിങ് ആണ് വരുന്നുണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ മെമ്പറായിട്ട് മാറുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ഒരു 11ാമത്തെ വീഡിയോ കൂടി എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ ചാനലിലെ മെമ്പറായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പിൻ്റെ അണ്ടറിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഓക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പവർ ബി ഐ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 10,000 മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അതേ സ്ഥാനത്ത് ഒരു 1000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വേർത്താണ്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഠിക്കണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ ചാനലിൽ മെമ്പർ ആവാൻ നോക്കാം. ഫൈൻ. അപ്പം ഞാനിവിടെ ഒരു ഡാറ്റ സെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ടേബിൾ ആക്കുന്നു. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഡാറ്റ ക്ലീൻഡ് അല്ല അല്ലേ, എന്തൊക്കെയോ ഒരു ഇൻകറക്റ്റ്നെസ് ഇതിലുണ്ട് ഇല്ലേ. നമുക്ക് മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, പവർ ബി ഐ ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്താൽ മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് അതിനെ വെച്ചിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നോക്കിയേ, ഇവിടെ ഒരു നൾ വാല്യൂ എടുപ്പുണ്ട്, ഇവിടുത്തെ ഇമെയിലൊന്നും കറക്റ്റ് അല്ല, ഡേറ്റിൻ്റെ ഫോർമാറ്റുകൾ കറക്റ്റ് അല്ല, എമൗണ്ടിൻ്റെ ഫോർമാറ്റുകൾ കറക്റ്റ് അല്ല, കൺട്രി കോഡുകളിൽ മിസ്മാച്ച് ഉണ്ട്, സ്റ്റേറ്റസിൽ മിസ്മാച്ച് ഉണ്ട്, പിന്നെ ദേ ഇവിടെ പേരിന് മുന്നിലൊക്കെ ഓരോ വൈറ്റ് സ്പേസ് ഉണ്ട്, നൾ വാല്യൂസ് ഉണ്ട് ഇല്ലേ. അങ്ങനെ കുറേ ഇൻകറക്റ്റ്നെസ് ഇതിലുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ചെയ്യണം. ഫൈൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പേരിന് മുന്നിൽ ഒരു സ്പേസ് കണ്ടോ, അങ്ങനത്തെ സ്പേസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഞാനിവിടെ ഈ ഒരു കോളം, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈക്വൽ ട്രിം എന്നുള്ളൊരു ഫംഗ്ഷൻ എടുത്താൽ മതി. ലീഡിങ് ആൻഡ് ട്രെയിലിംഗ് സ്പേസ്, ഫ്രണ്ടിലത്തെ ലാസ്റ്റത്തേക്ക് അൺനെസസറി സ്പേസസിനെയൊക്കെ റിമൂവ് ചെയ്യണതാണ്. ട്രിം എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ നിമിഷ ഡേവിസ് എന്നുള്ള ഈ ഒരു സെല്ല് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പൊ എല്ലാ കോളം മൊത്തം എന്തായിട്ടുണ്ടായിരിക്കും, അൺനെസസറി സ്പേസസുകളൊക്കെ എന്തായിട്ടുണ്ടാവും, ട്രിം ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, നിമിഷയുടെ മുന്നിൽ ഇപ്പൊ സ്പേസ് ഉണ്ടോ, ഇല്ല. ഫൈൻ. അതേപോലെ തന്നെ വേറെ ഇപ്പോൾ ഈ നോൺ പ്രിന്റബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ക്ലീൻ എന്നുള്ളത്. ക്ലീൻ, ഞാൻ ഈ ഒരു കോളം എടുക്കാട്ടെ, ഈ ഒരു കോളം എടുക്കണം. ഇതിലങ്ങനെ വേറെ വ്യത്യാസമൊന്നും ഇല്ല, നോൺ പ്രിന്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. കണ്ടോ, ക്ലീൻ എന്നുള്ളൊരു ഫംഗ്ഷൻ, ട്രിം, ക്ലീന്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇതൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതില് ഓക്കെ ഈ ഒരു ഇത് 1-March-25 എന്നാണ് കൊടുത്തു നോക്കുന്നത്. ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈഫൺ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റീപ്ലേസ് ചെയ്യാനായിട്ട് അത് വേണ്ട, ഹൈഫൺ വേണ്ട, വേറെ എന്തെങ്കിലും നോക്കാം. നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ പോകും. പോട്ടെ, ഞാൻ ഇതിലത്തെ തന്നെ കാണിച്ചു തരാം. ഇതില് ഈക്വൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് അതെന്തിനാന്ന് വെച്ചാൽ
ഒരു ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി അതിൽ റീപ്ലേസ് ചെയ്യേണ്ടത് എന്താണെന്നാണ് കൊടുക്കേണ്ടത്. ഞാൻ റീപ്ലേസ് ചെയ്യണത് എസ് എന്നുള്ളതാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് നിൽക്കാം. ഓക്കെ, കോമ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഞാനിപ്പോൾ എക്സ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. എന്തുണ്ടായേ, എസ് എന്നുള്ളത് എക്സ് ആയിട്ട് ഇവിടെ മാറി. കണ്ടോ, ഇവിടെ അത് എസ് എന്നുള്ളത് എക്സ് ആയിട്ട് മാറി. ഫൈൻ, ക്ലിയർ അല്ലേ? അയ്യോ സോറി, ഇതിലെന്താ ഇവിടുത്തെ എസ് മാറാഞ്ഞ്? കാരണം നമ്മളിവിടെ കൊടുത്തോക്കുന്ന എസ് സ്മോൾ എസ് ആണ് അല്ലേ, സ്മോൾ ആണ്. ഇവിടേക്ക് വരുന്നത് ക്യാപിറ്റൽ, ഇതിൽ വന്ന് നോക്കുന്നത് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ടാണ് അത് മാറാത്തത്. ഇതിലും അതെ ക്യാപിറ്റൽ ആണ് ഇവിടെ വന്ന് നോക്കുന്നത്. സി, അപ്പൊ സ്മോൾ ലെറ്റർ എസ് കൊടുത്ത ഏത് എസ് മാറാ? സ്മോൾ ലെറ്റർ എസ് ആണ് മാറുന്നുണ്ടായിരിക്കാം. ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ 3 ഫംഗ്ഷൻ പഠിച്ചു. ട്രിം, ക്ലീന്, സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, 3 ഫംഗ്ഷനും നോട്ട് ചെയ്ത് എഴുതി വെക്കുക. നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ പഠിക്കണം. ഞാനിപ്പോൾ ആദ്യം ഫംഗ്ഷൻസ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ പ്രോസസ്സിങ് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്കിനി ചെയ്യാനുള്ളത് ഇത് കണ്ടോ, ഇതിൽ നിന്ന് യൂസർ നെയിം മാത്രം എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഫൈൻ, ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യുക, അതേത് സെല്ല് ഏതാ, C2. ഓക്കെ, ഈക്വൽസ്, ഇവിടെ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് സ്പ്ലിറ്റ്. അതിൽ വർക്ക് ആവുന്നില്ലേ, വേറെ കേട്ടോ. ടെക്സ്റ്റ് ബിഫോർ വരുന്നുണ്ടോ, നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബിഫോർ C2, @ വന്നിട്ടില്ല. 1 സെക്കൻഡ്. ടെക്സ്റ്റ് ബിഫോർ വേണ്ട, പകരം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈക്വൽസ് ലെഫ്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ, ലെഫ്റ്റ്. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ചെയ്താ C2 ആണ്. ഓക്കെ, അതിനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്, സെർച്ച്. ഓക്കെ, നിങ്ങൾ ആ ഫോർമുല ബാറിൽ നോക്കട്ടോ. സെർച്ച് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, @ സിമ്പിളാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കൊടുത്തു. ഏതിലാണ് സെർച്ച് ചെയ്യേണ്ടത്, C2ലാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ -1. കണ്ടോ, വന്നില്ലേ? ഇതിൽ ലെഫ്റ്റും സെർച്ചും 2 ഫംഗ്ഷൻ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്, ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നത്. യൂസർ നെയിം മാത്രമായിട്ട് എനിക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ വന്നു. ഇതിൽ എന്താ വരാൻ ഞാൻ നോക്കട്ടെ, ഇതിൽ ഏതാ വാല്യൂ കൊടുക്കുന്നത്, അതിലില്ല, നൾ വാല്യൂ ഇവിടെ കൊടുക്കുന്നത്. അതാണ് അതിൽ വാല്യൂ വരാത്ത കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ എടുത്തു, അതിനുള്ളിൽ എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു കോളത്തിന്റെ അത് ഉള്ളിലത്തെ ഫംഗ്ഷൻ വരാം, സെർച്ചിലോട്ട് വരാം. ആദ്യം തന്നെ സെർച്ച് എന്നുള്ളത് എന്താന്ന് വെച്ചാൽ @ സിമ്പിൾ, ആ ഒരു സിമ്പിൾ ഈ ഒരു സെല്ലിൽ എവിടെയാണോ എന്നുള്ളത് കണ്ടുപിടിക്കും. സെല്ല് C2-ല് @ സിമ്പിളിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ് എന്ത്, സെർച്ച് എന്നുള്ളത്, ഈ ഒരു ഫോർമുലാല്. ഓക്കെ, സെർച്ച് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ആ ഒരു സെല്ലിൽ എവിടെയാണെന്ന് അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ് സെർച്ച് എന്നുള്ള ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ nimisha@gmail.com, അതാണ് എൻ്റെ മെയിൽ ID. അതിൽ @ സിമ്പിളിന്റെ പൊസിഷൻ ഏതാ, 8, 8ാമത്തെ ക്യാരക്ടർ ആയിട്ടാണ് @ സിമ്പിൾ വന്നിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആ സെർച്ച് റിട്ടേൺ ചെയ്യണത് എന്തായിരിക്കും, 8 എന്നുള്ളതായിരിക്കും റിട്ടേൺ ചെയ്യുക. ആ പൊസിഷൻ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കുക.
അല്ലേ? ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് C2 കോമ, പിന്നെ ഇവിടെ എന്തുണ്ടാവും 8 അല്ലേ, 8 മൈനസ് 1 7 ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഇപ്പം എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ചാർജ് കഴിഞ്ഞു, 1 സെക്കൻഡ്, nimisha@gmail.com ആണ്. ഈ @ ഏത് പൊസിഷനിലാണ് കിടക്കണേ? 3 4 5 6 7 8 പൊസിഷനിലാണ് @ കിടക്കണത് അല്ലേ? അപ്പോൾ സെർച്ച് @C2, ഇത് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8 ആണ്. ആ പൊസിഷനാണ്, 8ാമത്തെ പൊസിഷനിലാണ് ഈ @C2 ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് C2 കോമ സെർച്ച് അല്ല, അവിടെ എന്താ വരുന്നുണ്ടാവും 8 അല്ലേ, 8 മൈനസ് 1. ഓക്കെ, എന്ന് വെച്ചാൽ 8 മൈനസ് 1 7. ലെഫ്റ്റ് C2 കോമ 7. C2ല് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യിക്കുക. C2ന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യിക്കുക. ഏതൊക്കെയാ? നിമിഷ. ക്ലിയർ ആണോ? ഫൈൻ. സിമിലർലി, 1 സെക്കൻഡ്, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഡൊമൈൻ നെയിം വേണം നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, യൂസർ നെയിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് 7 ക്യാരക്ടർ അല്ലെങ്കിൽ എത്രയാണോ ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണത്, ആ ഒരു ക്യാരക്ടർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ ഡൊമൈൻ നെയിം ആണ് വേണ്ടെങ്കിലോ, നിങ്ങളുടെ വേർഷനിൽ ടെക്സ്റ്റ് ബിഫോറും ടെക്സ്റ്റ് ആഫ്റ്ററും കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടണവർ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിലെങ്ങനെയാ, റൈറ്റ് എന്തായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ചെയ്ത C2 കോമ, ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ടോട്ടൽ ലെങ്ത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, അതിനായിട്ട് LN(C2) എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, മൈനസ് അതിൽ നിന്നാണ് എന്ത് ചെയ്യണ്ടേ, സെർച്ച് @C2, ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഒരു മിനിറ്റ്, കണ്ടോ, ഇതിൽ ഡൊമൈൻ നെയിംസ് മാത്രം വന്ന് കണ്ടോ? അതെങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എനിക്കിപ്പോൾ വേണ്ടത് എന്തായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പ്രിന്റ് ചെയ്യിക്കണം അല്ലേ? ഫൈൻ. സെർച്ച് @C2, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നേ, 8 എന്നുള്ളതാണ് നമുക്ക് കിട്ടി വെക്കുന്നത് അല്ലേ? ഇനി LN(C2), ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടായിരിക്കുക, ഇതൊക്കെ കൂടി ഇനി ആഡ് ചെയ്യാം. 9 10 11 12 13 14 ഡോട്ട് 15 കോമ 16 O 17 M ആണെന്ന് തോന്നുന്നു. ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. എത്രയുണ്ട്, 17. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൽ LN മൈനസ് സെർച്ചിൻ്റെയാണ് പറഞ്ഞു നോക്കുന്നത്. അപ്പം എത്രയാണ്, 17 മൈനസ് 8 എത്രയാണ് വരാ, 9. ഓക്കെ, ഈ ഒരു സാധനം മൊത്തം ഇത് എത്ര വരുന്നുണ്ടായിരിക്കാം, 17 മൈനസ് 8 ഈക്വൽ ടു 9. ഇനി ഇവിടെ എന്താ പറയുന്നേ, റൈറ്റ് C2 കോമ 9 എന്ന് വെച്ചാൽ C2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് 9 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ, എത്രയാ ഇവിടെ ഇങ്ങനെ വരാ, 3 3 3. അപ്പം ഇത് മൊത്തം പ്രിന്റ് ചെയ്യും. ക്ലിയർ ആയോ? ലെഫ്റ്റ് സെർച്ച്, റൈറ്റ് LN, അങ്ങനെ കുറേ ഫങ്ഷൻസ് നമ്മളിപ്പോൾ പഠിച്ചു ഇല്ലേ? ഏതൊക്കെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ?
റൈറ്റും ലെഫ്റ്റിനും കൺസെപ്റ്റ് ക്ലിയർ ഇല്ലേ? നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവും കേട്ടോ. ട്രിമ്മ് പഠിച്ചു, ക്ലീൻ പഠിച്ചു, പിന്നെന്താ സബ്സ്റ്റിറ്റ്യൂട്ട് പഠിച്ചു. പിന്നെ ടെക്സ്റ്റ് ബിഫോർ ടെക്സ്റ്റ് ആഫ്റ്റർ ഉണ്ട്. നിങ്ങളുടെ വേർഷനിൽ സപ്പോർട്ട് ആവുമെന്ന് നോക്കാം. ഇത് മൊത്തം ഇത് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് ടെക്സ്റ്റ് ബിഫോർ എന്നുള്ള ഫംഗ്ഷൻ. പിന്നെ ഈ താഴത്തത് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നാണ് ടെക്സ്റ്റ് ആഫ്റ്റർ എന്നുള്ള ഫംഗ്ഷൻ. അത് രണ്ടും കൂടി നിങ്ങളുടെ കയ്യിൽ വർക്ക് ആവുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കാട്ടോ. നിങ്ങളുടെ വേർഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എന്താ പഠിച്ചേ? ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, സെർച്ച് പഠിച്ചു, പിന്നെ റൈറ്റ് പഠിച്ചു, LEN ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ പഠിച്ചു ഇല്ലേ? 9 ഫംഗ്ഷൻ. ഒരെണ്ണം കൂടി നമുക്ക് ഏതെങ്കിലും ഒന്ന് പറയാം. വേണ്ട, ചാർജ് ഇല്ല എൻ്റെ കയ്യിൽ. ഓക്കെ, 9 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇത്രയും ഫംഗ്ഷൻസ് എഴുതാം, അതെന്തിനാണ് യൂസ് ചെയ്യണേന്ന് എഴുതാം. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്കിയുള്ള പ്രീ പ്രോസസ്സിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഫൈൻ. എൻ്റെ ലാപ്പിൽ ചാർജ് കഴിഞ്ഞു, 17%. ഇനിയും കുറയണ്ട. ഓക്കെ, so that's all for this video. Have a nice day. Bye bye.